ബോക്സ് ഓഫീസിൽ ഒരു യുദ്ധക്കളത്തിന്റെ പ്രതീതി സൃഷ്ടിച്ചാണ് ഓണം റിലീസുകൾ എത്തുന്നത്. പല യുവതാരങ്ങൾക്കും ഈ ഉത്സവകാലം വെറുമൊരു റിലീസല്ല, അതിജീവനത്തിന്റെയും വീര്യമുള്ള തിരിച്ചുവരവിന്റെയും നിർണായക പരീക്ഷണമാണ്. ഒരു വശത്ത് ബിഗ് ബജറ്റ് ചിത്രങ്ങളുമായി ദുൽഖർ സൽമാനും പൃഥ്വിരാജും നേർക്കുനേർ കൊമ്പുകോർക്കുമ്പോൾ മറുവശത്ത് ഫാമിലിയെ കയ്യിലെടുക്കാൻ നിവിൻ പോളിയും ഒപ്പമുണ്ട്. കിങ് ഓഫ് കൊത്തക്കേറ്റ കനത്ത പരാജയത്തിന്റെ മങ്ങലിൽ നിന്നും 3 വർഷത്തിനു ശേഷം മലയാളത്തിലേക്കുള്ള ദുൽഖറിന്റെ രാജകീയ തിരിച്ചുവരവിന് ഐ ആം ഗെയിം ഇടമൊരുക്കുമോ? നോബഡി എന്ന ചിത്രത്തിലൂടെ തിരിച്ചുവരവിന് ശ്രമിച്ചെങ്കിലും ഒന്നുമാകാതെ പോയ പൃഥ്വിരാജിനെ ഖലീഫ തുണയ്ക്കുമോ എന്നതാണ് അടുത്ത ചോദ്യം. പ്രതിച്ഛായയിലൂടെ തന്റെ ബോക്സ് ഓഫീസ് പ്രതിച്ഛായ അല്പം മങ്ങിപ്പോയ നിവിൻ പോളിക്ക് ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആശ്വാസം പകരുമോ? നോക്കാം ഇത്തവണത്തെ ഓണം റിലീസുകൾ. RDX എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം സംവിധായകൻ നഹാസ് ഹിദായത്ത് ഒരുക്കുന്ന ചിത്രമാണ് ഐ ആം ഗെയിം. മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രങ്ങളിൽ ഒന്നായി ഒരുങ്ങുന്ന ചിത്രം വേഫർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖറാണ് നിർമ്മിക്കുന്നത്. ഓഗസ്റ്റ് മധ്യത്തിൽ ചിത്രം തിയേറ്ററുകളിലെത്തും. പോക്കിരി രാജയ്ക്ക് ശേഷം 15 വർഷങ്ങൾക്കിപ്പുറം വൈശാഖും പൃഥ്വിരാജും വീണ്ടും കൈകോർക്കുന്ന ചിത്രമാണ് ഖലീഫ. സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് മോഹൻലാലിന്റെ സാന്നിധ്യമാണ്. ഓഗസ്റ്റ് 20-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. നിവിൻ പോളി നായകനാകുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഈ വർഷത്തെ ഓണം റിലീസുകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ചിത്രങ്ങളിൽ ഒന്നാണ്. പ്രേമലു എന്ന ചിത്രത്തിന് ശേഷം ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രേക്ഷകരുടെ പ്രതീക്ഷ ആവോളമാണ്. ഹിറ്റുകൾ മാത്രം സമ്മാനിച്ച ഭാവന സ്റ്റുഡിയോസാണ് ചിത്രം നിർമ്മിക്കുന്നതെന്നതും മറ്റൊരു പ്രത്യേകത. നിവിൻ പോളിയും മമിതയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. മോഹൻലാലിന്റെ മകൾ വിസ്മയ ആദ്യമായി അഭിനയിക്കുന്ന തുടക്കം എന്ന ചിത്രവും ഏറെ പ്രതീക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാലും എത്തുന്നുണ്ട്. ഓഗസ്റ്റ് 7-ന് ചിത്രം റിലീസ് ചെയ്യും. ജനുവരി മുതൽ ജൂൺ വരെയുള്ള 6 മാസത്തിനിടെ 108 ചിത്രങ്ങളാണ് തിയേറ്ററുകളിലെത്തിയത്. എന്നാൽ ഇതിൽ വിരലിലെണ്ണാവുന്ന സിനിമകൾക്ക് മാത്രമാണ് മുടക്കുമുതൽ തിരികെ പിടിക്കാനായത്. ഈ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന ഓണം റിലീസുകളിലാണ് സിനിമാ വ്യവസായ ലോകം ഉറ്റുനോക്കുന്നത്.